എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. വീണ വിജയൻ എക്സാലോജിക് കമ്പനിയുടെ ഫൗണ്ടർ എന്ന നിലയിൽ ഹോസ്റ്റ് ചെയ്തിരുന്ന വെബ്സൈറ്റിൽ ജയ്ക്ക് ബാലകുമാർ ഫൗണ്ടറായ എനിക്ക് മെൻഡറെ പോലെയാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ടോ? അത് അംഗീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അതിൻ്റെ രേഖ കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ സാധനം ഫോർജ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടാവണം. അത് പറയാത്തോടത്തോളം കാലം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പച്ചക്കള്ളം, മുഖ്യമന്ത്രി പറഞ്ഞതാണ് അസംബന്ധം. മനസ്സിലായോ? നമ്പർ 1. ഇപ്പൊ കമ്പനിയുടെ ആണ്, പേഴ്സണൽ ആണ്, മറ്റാണ്, മറിച്ചാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കണ്ട. അല്പം കൂടി വെള്ളം. എന്തിനാണ് ഇത്ര വറീഡായത് അദ്ദേഹം? എന്തിനാണ് അദ്ദേഹം ക്ഷോഭിച്ചത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഇനിയിപ്പോ അഥവാ ജയ്ക്ക് ബാലകുമാർ അദ്ദേഹത്തെ അവരുടെ മെന്ററാണെന്ന് പറഞ്ഞിരിക്കട്ടെ, ഒന്നും ഒളിക്കാനും മറക്കാനും ഇല്ലെങ്കിൽ എന്തിനു നിങ്ങൾ നാണിക്കണം? എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവക്രമ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. അയാൾ എത്ര മോശക്കാരനാ? നമ്മൾ വേറെ എന്തെങ്കിലും ആരോപണം ഞങ്ങൾ പറഞ്ഞോ? വൈ? ആ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. അതിനകത്ത് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ മാത്യു പറയുന്നത് എന്താണ് മാത്യുവിന്റെ സ്പെസിഫിക് ആരോപണം? മാത്യു പറയണം. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല, ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. ഇയാളെന്താ പൊട്ടനാ? ഇവനാള് കൊള്ളാടാ, നിന്നെ ഒറ്റ ഓട്ടത്തിൽ തന്നെ മനസ്സിലായി. ഈ തെണ്ടികൾ പറഞ്ഞു കൊടുത്തതായിരിക്കും, വെടിമരുന്നായിട്ട് തിരഞ്ഞിരിക്കല്ലോ. മാത്യു ഉന്നയിച്ച സഭയിലും വാർത്താ സമ്മേളനവും മുഴുനീളം ഞാൻ ഇരുന്ന് കേട്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഈ സൈറ്റ് അപ്രത്യക്ഷമായതിലാണ് ഒന്നാമത്തെ ദുരൂഹത. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ 2, അദ്ദേഹം ഇപ്പോഴും പറയുന്നു ഈ പറയുന്ന വീണയുടെ പേര് അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടതിന് ശേഷമാണ് സൈറ്റ് ദുരൂഹമായി അപ്രത്യക്ഷമായത്. തെറ്റ്. ഇനി രസകരമായൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ 107 തവണ എഡിറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. അത് ഈ പറയുന്ന പർട്ടിക്കുലർ കാലയളവിലെ അല്ല, പ്രേക്ഷകർ മനസ്സിലാക്കണം. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. എനിക്കും ചോദിക്കാനുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ ഒരു മെന്റർ എനിക്കുള്ളതായി, എന്റെ മകൾ പോയി മകളെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് തെറ്റാണ്, അത് കള്ളമാണ് എന്ന് ആവർത്തിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഇടപെടരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.